റിസ് മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. രാവിലെ ഹിറോയിൻ കണ്ണു തുറന്നു. ഹിറോയിഷ നിങ്ങൾ എന്താ ചെയ്യുന്ന അതൊന്നും സംസാരിക്കേണ്ട, അങ്ങനെ രാവിലെ നോക്കുക. ഹീറോയിനോട് പറഞ്ഞു ഈ ഉറങ്ങിക്കോ, വീണ്ടും ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അതൊന്ന് ലോക്ക് ചെയ്ത് അവർ പോയി. എന്താ ചെയ്യുന്നത് ഒന്നും അറിയില്ല. ഹീറോയ്ക്ക് തപ്പിക്കാൻ നോക്കി. പിന്നെ അവർക്ക് രാത്രി ഉറക്കുന്നു. രാത്രി നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഉറങ്ങിയ പിന്നെ ഹീറോയ്ക്ക് മാരേജാണ്. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഗേൾസിൽ അയച്ച് നോക്കി എങ്ങനത്തെ ഡ്രസ്സ്, നല്ല ഡ്രസ്സല്ല ഹീറോയിൻ അളവ്, നല്ല ഡ്രസ്സ് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് അതിലേത് ഹീറോയ്ക്ക് സെറ്റ് അളവ് നിന്ന് ആ ഡ്രസ്സ് ഇട്ട് റെഡി ചെയ്ത് കൊണ്ടുവന്ന്. ഹീറോയ്ക്ക് കൺഫ്യൂസാണ്, എവിടേക്കാണ് എടുത്തോണ്ട് പോകുന്നത്. അത് ഒന്നുമില്ല മാം എന്ന് പറഞ്ഞ ഹീറോയിന് ബീച്ച് സൈഡിൽ കൊണ്ടുവന്നു. അവിടെ മാരേജ് ഹീറോയ്ക്കാണ്. ഹീറോയ്ക്ക് ഷാക്കായി. മാരേജാ? ഞാൻ എല്ലാവരും മറിച്ചായിരുന്നു. ഇത് ചോദിച്ചു. ഹീറോയിൻ പറഞ്ഞ ഒന്നും മനസ്സിലാതെ പറയുമെന്ന് ഹീറോയിൻ മറട്ടായിരുന്നു. ഹീറോയിനോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിലുണ്ട്, നീ മാരേജ് സമ്മതിച്ചില്ല എന്ന് ഫ്രണ്ടിന് ചെയ്യുമെന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ടെൻഷനായി, പേടിയാവുന്ന തുടങ്ങി. വേറെ വഴിയില്ലാന്ന് ഓക്കെ എന്ന് പറഞ്ഞു. ആ 7 പേർക്കും മാരേജായി നന്നായിട്ട്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ബിടിഎസ് മെമ്പർ പറഞ്ഞു, ഫ്രണ്ടിനോട് പറഞ്ഞു, റോസിനോട് പറഞ്ഞു, ഫാത്തിമയോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കമ്പനി ജോബ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. രണ്ടുപേരും സന്തോഷമായി. അവരെ കൂടി ഹീറോയിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും നന്നായിട്ട്. ഇപ്പം നമുക്ക് ഇന്ത്യ നോക്കാം. ഇന്ത്യയിൽ അതായത് ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഹീറോയി പോയപ്പോൾ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഹീറോയി ഓടിപ്പോയി. അങ്ങനെ ഹീറോയി മാരേജ് കഴിക്കാൻ പറഞ്ഞു. ആ ചെക്കനിക്ക് വേറെ വഴിയില്ല, പെണ്ണും കാണുന്നില്ല. ഹീറോയിൻ മമ്മിനോട് എനിക്ക് അങ്ങനെ അറിയാം, നിങ്ങളല്ലേ ഇങ്ങനെ ചെയ്ത് എന്നെ വീട്ടിൽ ലോക്ക് ചെയ്തത് അങ്ങനെ പറഞ്ഞായിരുന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ടായിനി വെളിയിൽ പോയവർ. അവർ പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിപ്പോയി. അവരോട് കളവ് പറയാം. അങ്ങനെ സാർ മാം അങ്ങനെ ആരും വീട്ടിൽ വന്നിട്ടുമില്ല, ഞങ്ങളാറ് ഫുഡെല്ലാം കഴിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞു. ഇപ്പം എന്ത് ചെയ്യാം, വേറെ വഴിയില്ല. CC ക്യാമറ നോക്കുമ്പോൾ കറണ്ട് പോയത് മാത്രം അറിയൂ. സാർ കറണ്ട് പോയത് ഞങ്ങൾ ശരിയാക്കിയതാ എന്ന് ചുമ്മാ കറണ്ട് പോയത് പറഞ്ഞു. ശരി ഓക്കെ, കറണ്ട് പോയതില്ല ആൾക്കാർ വെച്ച് ശരിയാക്കിയതാ. അങ്ങനെ കറണ്ട് വന്നിരുന്നു. അതിനായിട്ട് ഹീറോയി പറഞ്ഞത് അവർക്ക് അപ്പം അവൻ വേറെ ഗേളിനെ മാരേജ് കഴിച്ചു. അതിനായിട്ട് ഹീറോയിൻ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. ഫുൾ പ്ലേസ് തേടി ഒന്നും കിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഹീറോയിൻ മമ്മിയെ ടോർച്ചർ ചെയ്യാൻ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നടന്ന കാര്യം പീറ്റർ മെമ്പറോട് പറഞ്ഞത് എൻ്റെ മമ്മിനെ അവിടുന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. ശരി ഓക്കെ ഞാൻ നോക്കിക്കളാമെന്ന് പ്ലാൻ ചെയ്തു. ഹീറോയിൻ ഇങ്ങനെ ഡേയ്സ് പോകുന്നതാണെങ്കിൽ ഹീറോയിൻ പ്രഗ്നൻ്റായി. ഹീറോമാർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ നല്ല കാരിങ് ആയി ലവലി എന്നൊക്കെ ആയിരുന്നു. പീറ്റർ മെമ്പർ ചെന്നു, ഫാത്തിമ എന്താ റോസി നീ ഇവളെ നോക്കിക്കോ, ഞങ്ങൾ ഇന്ത്യക്ക് പോവാം. അങ്ങനെ പീറ്റർ മെമ്പർക്ക് ലീവ് കിട്ടിയായിരുന്നു. ഇന്ത്യക്ക് വന്നു. ഇതാണ് അവരുടെ വീട് എന്ന് പറഞ്ഞു. ഇതവർ പ്ലാൻ ആറാം പറഞ്ഞു. ഞാൻ പറഞ്ഞ മതി ആറാം നിറയെ പ്ലാൻ ചെയ്തു. ഹീറോയിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്തു. എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൽ ഫുഡിൽ ഇതൊക്കെ അടുക്കി കൊടുത്തു. അവിടുത്തെ ഒരു ആൻറ്റിയായിരുന്നു. ആൻറ്റി അങ്ങനെ ഫുഡ് കളിക്കി കൊടുത്തു. അങ്ങനെ എല്ലാവരും ആൻറ്റി ഒരു സംശയം വരണ്ട പറഞ്ഞ് അവർ ഫുഡ് കഴിച്ച് ഉറങ്ങി. അങ്ങനെയായിട്ട് എല്ലാവരും ഉറങ്ങിയപ്പോൾ ഹീറോയിൻ്റെ മമ്മി ഉറങ്ങിയായിരുന്നു. അവരും കഴിച്ചായിരുന്നു, അറിയില്ലായിരുന്നു. അവരും ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഫുഡ് ക്യാമറ മൊത്തം കട്ട് ചെയ്തു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മീനെ അവിടുന്ന് എല്ലാ സാധനവും ഹീറോയിൻ വീട്ടിൽ പോയി എല്ലാ സാധനവും കൊണ്ടുവന്ന് വന്നു. ഫുൾ കറണ്ട് കട്ട് ചെയ്തു. ലൈറ്റ് അടിച്ച് പോയി. എല്ലാ പ്ലേസിൽ എല്ലാവരും ഉറങ്ങായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടത് നിറയെ സാധനങ്ങൾ. അപ്പോൾ ഓൾറെഡി ആ മമ്മീൻ്റെ വീട് ഓൾറെഡി പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ അനിയൻ പറഞ്ഞ ഹീറോയിൻ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ വാടികയിലാണ് ഉള്ളത്. മമ്മീൻ്റെ അനിയൻ അവർക്ക് കൊടുത്തു. അതുമാത്രം ഹീറോയിൻ്റെ അനിയൻ ഹീറോയിൻ്റെ മമ്മി കൊടുത്തായിരുന്നു. അങ്ങനെ അവർ ആ വീട്ടിൽ താമസിക്കുന്നതായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അവിടുന്ന് വന്നു. ഹീറോയിൻ മമ്മി വിളിച്ചുകൊണ്ട് ഒരിടത്തോട് വന്നു. ഹീറോയിൻ മമ്മി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഇതെന്ത് സ്ഥലം ഏത് നോക്കുമ്പോൾ രണ്ടുപേർക്ക് പേടിയാ തുടങ്ങി. ഞങ്ങൾ എവിടെയാണ് ഉള്ളത് മോമ്മേന്ന് വന്ന് കയറ്റി പിടിച്ച് രണ്ടുപേരും ഉമ്മപ്പാക്ക് സന്തോഷമായി. എന്താ മനസ്സിലാക്കി വേറെ നോക്കൂ. എന്താ മോളെ ഇത്, എനിക്ക് മാരേജായി അത് ഞാൻ പറഞ്ഞു നടന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് സന്തോഷമായി. അങ്ങനെയായിട്ട് പറഞ്ഞു. ബേബി ജനിച്ചാൽ പിന്നെ നമുക്ക് സൈസ് മാരേജ് കഴിക്കാതെ ഹീറോയിൻ പറഞ്ഞിട്ട് ഓക്കെ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിനും എല്ലാവർക്കും വ്യത്യാസം. അവർ കണ്ണ് അവരെല്ലാം ഹാപ്പി ആയിത്തീരുന്നു. അതിനായി ആ വില്ലന്മാർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹീറോയിൻ മമ്മിക്ക് ഡിന്നർ കൊടുക്കൂ എന്നവരോട് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലത്തെ ഒരാളുണ്ടായിരുന്നു. അവർ ആ വീട്ടിലത്തെ അമ്മ ഫുഡ് കഴിക്കാൻ പോയി. അതിൽ കൂടെ ഞാനും കൂടെ വരുന്നത് പറഞ്ഞ് അയാൾ കല്യാണ ചെക്കനാണ്. അവന് വന്ന് നോക്കൂ ബാപ്പാന്ന് വെച്ചുണ്ടാക്കി. എന്താടാ കാണുന്നില്ല അവർ
തേടി അവർ എല്ലാ പ്ലേസിലും തേടി അവർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോമാർ വന്ന് പ്രൈവറ്റ് ജെറ്റിലാണ് അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർ കണ്ടുപിടിക്കില്ല, അവർക്കെല്ലാം ടെൻഷനായി. ഹീറോ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷം. പീറ്റേഴ്സ് ഉമ്മറോട് പറഞ്ഞു ഇസ് മൈ വൈഫ് എന്ന്. അത് ഈ ന്യൂസ് അവനക്ക് കാതിൽ അറക്കുറെ പോയിട്ടെത്തി. ആരെന്ന് അറിഞ്ഞ് കണ്ടുപിടിച്ചു. കൊറിയ, അത് ഹോഡ് പ്ലേസ് എന്ന് അവർ കണ്ടുപിടിക്കാതെ കുറേ തേടി ലാസ്റ്റായി അവർ ഉള്ള പ്ലേസ് കണ്ടുപിടിച്ച് അവർ കൊറിയക്ക് വന്നു. കൊറിയയിൽ വന്ന് ഹീറോയ്ക്ക് കുട്ടികൾ ഹോം എന്നിട്ടായിരുന്നു കുട്ടിയെ ജനിച്ച് ഹോസ്പിറ്റലാണ്. അതിന് പീറ്റേഴ്സ് നമ്പർ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവനിവിടെ വച്ചടാക്കാൻ തുടങ്ങി. അവർ വീട്ടിൽ അവർക്ക് ടെൻഷനായി, ഇപ്പോൾ എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇങ്ങനായിട്ട് അവിടുന്ന് വന്നു. അങ്ങനായിട്ട് അവരുടെ വീട്ടിലും ഇവരെന്തെല്ലാം ചെയ്യുന്ന കാര്യം എന്ന് പറയാൻ ഒന്നും ചെയ്യാൻ പാടില്ല. അവൻ പിറകെ പോയി. ഹീറോയെ ഹാപ്പിയായി സന്തോഷത്തിൽ കുട്ടികൾ കുട്ടികളുടെ കൂടെ ഹീറോ ഹാപ്പി ആയിരിക്കുന്നത് 7 ബോയ്സ് ബേബിയാണ്. ഹീറോയ്ക്കും 8 ഒരു ഗേൾ ബേബി, അങ്ങനെ 8 ബോയ് ബേബി നന്നായി ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. പിന്നെ കുറേ ഇന്ത്യ സൈസ് മാരേജ്, മുസ്ലിം ഗൈസ് മാരേജ് കഴിഞ്ഞ് ഹാപ്പി എൻഡിങ്.